നാമനിർദ്ദേശ പത്രിക സമർപ്പണ സമയം അവസാനിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുഡിഎഫിൽ പൊട്ടിത്തെറി. നിലവിലുള്ള 2 കോൺഗ്രസ് കൗൺസിലർമാർ ഉൾപ്പെടെ 10ഓളം പേർ വിമതരായി പത്രിക നൽകി യുഡിഎഫ് നേതൃത്വത്തെ വെല്ലുവിളിച്ചു. തിരുവനന്തപുരത്തെ ഉറച്ച വിജയപ്രതീക്ഷയുള്ള 1 ഡസനിലേറെ സീറ്റുകളിൽ വിമത സാന്നിധ്യം കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള യുഡിഎഫ് നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. പത്രികാ സമർപ്പണം അവസാനിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുഡിഎഫിന് കടുത്ത തലവേദന. കോൺഗ്രസിന് പൂർണ്ണ വിജയപ്രതീക്ഷയുള്ള 10ഓളം വാർഡുകളിൽ വിമതർ രംഗത്ത് വന്നു. വിഴിഞ്ഞത്ത് നിലവിലുള്ള കൗൺസിലർ സുധീർ ഖാനും കുന്നുകുഴിയിൽ കൗൺസിലർ മേരി പുഷ്പവും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി പത്രിക നൽകി. തന്നോട് ഒരു കാര്യവും കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചിട്ടില്ലെന്നും പിന്മാറുന്ന പ്രശ്നമില്ലെന്നും മേരി പുഷ്പം പറഞ്ഞു. അവിടുത്തെ ഓരോരുത്തർക്കും ഓരോ കുഞ്ഞു കുട്ടികൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ തന്നെ സിറ്റിംഗ് കൗൺസിലർ മേരി പുഷ്പം തന്നെ വീണ്ടും വരണമെന്ന്. പേരൂർക്കടയിൽ മുൻ കൗൺസിലർ മണ്ണാമൂല രാജനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് രാജേഷ് മണ്ണാമൂല സ്വതന്ത്രനായി രംഗത്ത് വന്നു. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് രാജേഷ് പത്രിക നൽകിയത്. കെപിസിസി മാനദണ്ഡം കാറ്റിൽ പറത്തിയാണ് പേരൂർക്കടയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് രാജേഷ് ആരോപിച്ചു. 1% ആളുകൾ പോലും ഇല്ലാതിരുന്ന ഒരാളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. അതിനാൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ്സുകാരായി തന്നെ പ്രവർത്തിക്കുമെന്നുള്ളതും ഇതിനാണ് അറിയിക്കുക. കഴക്കൂട്ടത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കാലുകുത്താനാകാത്ത സ്ഥിതിയാണ്. ഇവിടെ ജെഡിയുവിന് സീറ്റ് നൽകിയതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച ഡിസിസി അംഗം എസ് അനിൽ രംഗത്ത് വന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം നേതൃത്വം അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് താൻ പത്രിക നൽകിയതെന്ന് അനിൽ പറഞ്ഞു. യാതൊരു സംശയമില്ല, കഴക്കൂട്ടം വാർഡിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിൽ സംശയമില്ല. അത് മനസ്സിലായിക്കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ നേതൃത്വം എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ അതീവമായി വിശ്വസിക്കുന്നു. അന്തരീക്ഷം കലുഷിതമായതോടെ മേയർ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ച മുൻ MLA ജോർജ് മേഴ്സിയർ പിന്മാറി. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മഹേശ്വരൻ നായരെ മുടവൻ മുകളിൽ സ്ഥാനാർത്ഥിയാക്കിയതിലാകട്ടെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ അമർഷത്തിലാണ്. ഇവിടെ മുടവൻ മുകൾ സതീഷിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. സതീഷിനെ മാറ്റിയാണ് മഹേശ്വരൻ നായരെ കൊണ്ടുവന്നത്. ചാലയിലും പ്രതിസന്ധി രൂക്ഷമാണ്. മണക്കാട്, കളിപ്പാൻകുളം, തുരുത്തുമൂല, നെട്ടയം, ചെട്ടിവിളാകം, ആക്കുളം വാർഡുകളിലും UDFിൽ പ്രശ്നപരിഹാരം അകലെയാണ്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.